കോട്ടയം മെഡിക്കൽ കോളേജ് വളപ്പിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും പിന്നീട് തിരുത്തുകയും ചെയ്യുന്ന സർക്കാരിന്റെ യു-ടേൺ നിലപാടുകളെ വിമർശിച്ച് മുൻ മന്ത്രി വി.എൻ. വാസവൻ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം അതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് തിരുത്തി പറയുന്ന നിലപാടാണ് സർക്കാരും ആരോഗ്യമന്ത്രിയും തുടക്കം മുതൽ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രി അധികൃതർ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം തികച്ചും അപ്രായോഗികവും അശാസ്ത്രീയവുമാണ് എന്നും വി.എൻ. വാസവൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രി എത്തിക്കുമ്പോൾ പൊതി മാത്രമല്ല, അവർക്ക് ആവശ്യത്തിനുള്ളതാണ് 2, 3, 4 ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ പട്ടിണി കിടക്കാതെ പോകുന്ന ഒരു സാഹചര്യം പൊതുവിൽ നാട്ടുപ്രദേശത്തെ നഗരപ്രദേശത്തിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു കൊണ്ടുവരുന്ന ചോറ് നാട്ടിലാകെ വലിയ രൂപത്തിൽ ആശ്വാസം പോരുന്നൊരു പ്രവർത്തനം എന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന രൂപത്തിലേക്കുള്ളൊരു പ്രഖ്യാപനം നടത്തുക, അതിന് നിരോധനത്തിൻ്റെ ഉത്തരവ് വരിക, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് രൂപത്തിലേക്ക് വരിക. ഒരു യു-ടേൺ ഗവൺമെൻറ്റാണ് ആദ്യം മുതൽ ഈ ഗവൺമെൻറ് നമ്മൾ കണ്ടു. അത് എല്ലാ വകുപ്പിലും ഇതുപോലെ തന്നെ വന്നു. ഡിവൈഎഫ്ഐ, അഭയം ചാരിറ്റബിൾ സൊസൈറ്റി, നവജീവൻ, എന്റെ ഗ്രാമം സൊസൈറ്റി തുടങ്ങി നിരവധി ചാരിറ്റബിൾ സംഘടനകൾ യാതൊരു ലാഭേച്ഛയുമില്ലാതെയാണ് ഇവിടെ സൗജന്യ ഭക്ഷണം എത്തിക്കുന്നത്. വിതരണം ചെയ്യുന്നവരുടെ ബോർഡുകൾ വെച്ച് കൃത്യമായ മേൽനോട്ടത്തിൽ ഭക്ഷണം നൽകുന്നത് പിഴവുകൾ കണ്ടുപിടിക്കാനും തിരുത്താനും സഹായിക്കും. മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പോലും ഇത്തരത്തിൽ ബോർഡ് വെച്ച് സംഘടനകൾ ഭക്ഷണം നൽകുന്നുണ്ട്. കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിൽ പണമുണ്ടെങ്കിൽ പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ടായപ്പോൾ ജില്ലാ കളക്ടറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഹോട്ടൽ വാടകയ്ക്കെടുത്ത് പ്രതിദിനം 3 നേരം സൗജന്യ ഭക്ഷണം നൽകിയത്. 1.5 വർഷത്തോളം നീണ്ട പ്രവർത്തനത്തിലൂടെ 15 ലക്ഷത്തോളം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തതെന്നും ഇത്തരത്തിലുള്ള മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനങ്ങളെ തടയുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും വി.എൻ. വാസവൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.